ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആരൊക്കെ പഠിക്കാൻ പാടില്ല എന്നുള്ളത്. ശരിക്കും +2 ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ പറ്റും. അപ്പം റാദർ ആർക്ക് പഠിക്കാൻ പാടില്ല എന്നുള്ളതിനേക്കാളധികം ആർക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2ൻ്റെ കൂടെ ഡിഗ്രിയും കൂടെ ഉണ്ടെങ്കിൽ അത് ആക്ച്വലി അവർ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് അവർക്ക് ഒരു പ്ലസ് തന്നെയാണ്. അപ്പം ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും, അതായത് +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഏതൊരാൾക്കും ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുക്കാവുന്നതാണ്. നമ്മളെ പല സ്റ്റുഡൻസും ഇതുപോലെ തന്നെ +2 കഴിഞ്ഞ് വരുന്ന, ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് സ്റ്റുഡൻസ് +2 തന്നെ കഴിഞ്ഞ് വന്നവരുണ്ട്. പിന്നെ അതുപോലെ ഡിഗ്രി കഴിഞ്ഞ് പല ഡിഗ്രീസും BA, BCom, അതുപോലെ BEd, കൊമേഴ്സ് ഫീൽഡിൽ വന്ന BTech കഴിഞ്ഞ ആളുകളുണ്ട്. അതുപോലെ നീറ്റ് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ വന്നവരുണ്ട്. അങ്ങനെ പലരും മെഡിക്കൽ ഫീൽഡുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഒരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് വരെ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇത്. അപ്പം ഡോക്ടേഴ്സ് പോലും നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതായത് MBBS ഡോക്ടേഴ്സും BDS ഡോക്ടേഴ്സും ഒക്കെ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ ഓൺട്രപ്രണേഴ്സ് ആയിട്ട് ക്ലിനിക്കുകൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡും കൂടി അറിയാമെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊരാൾക്കും +2 കഴിഞ്ഞ ഏതൊരാൾക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ വരാറുണ്ട്. ഇപ്പോൾ ഈവൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ഫീമെയിൽസിന് മാത്രം പഠിക്കാൻ പറ്റുന്ന കോഴ്സ് അങ്ങനെയൊന്നുമല്ല. ഡെഫിനറ്റ്ലി അതിൽ മെയിൽസ് ഉണ്ട്, ഫീമെയിൽസ് ഉണ്ട്. പക്ഷെ ഒരുപാട് സാഹചര്യങ്ങൾ കാരണം ഭൂരിഭാഗം വരുന്ന ആൾക്കാരും പലപ്പോഴും ഫീമെയിൽസ് ആണ്. അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ വീട്ടിൽ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ ഓൺലൈനായിട്ട് വന്ന് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇപ്പം കഴിഞ്ഞ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, 13-14 ഇയേഴ്സ് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ GCയിലേക്ക് വരുന്നത്. ഒരുപാട് എൻജോയ് ചെയ്തു. ഒരു എന്താ പറയാ, ഒരു 6 months കോഴ്സ് ആണ്. അപ്പോൾ അവരുടെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പം ആ ഒരു ബാച്ചിൽ എന്ന് പറയുന്നത് അതിൽ 2 കുട്ടികളായിരുന്നു ആക്ച്വലി കറക്റ്റ്ലി ഡിഗ്രി കഴിഞ്ഞിട്ട് വന്ന ആൾ. ബാക്കി എല്ലാവർക്കും ഒരു കരിയർ ഗ്യാപ്പ് ഉള്ള ആളുകളാണ് വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാവരും നല്ല സിങ്കായി നല്ല എൻജോയ് ചെയ്ത ഒരു ക്യാമ്പസ് പോലെ അവർ അത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അവർ പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അപ്സ്കില്ലിംഗ് കോഴ്സിനോടൊപ്പം തന്നെ ഓൺലൈനൊക്കെ ഡിഗ്രി എടുക്കുന്ന ആൾക്കാരും കുറേ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് കഴിയുന്നത്ര. നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് വീക്ക്ലി 3 days ആണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ബാക്കി 3 days നമുക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഡിഗ്രി ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. +2 കഴിഞ്ഞ കുട്ടികൾ യൂഷ്വലി അവർ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്, ഡിഗ്രി ചെയ്യുന്നുണ്ട്. അപ്പം അത് അവർക്ക് ആ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ട്രഡീഷണൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനേക്കാളും ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മുടെ കോഴ്സ് തന്നെ, ബേസിക് കോഴ്സ്. ശരിക്കും അതിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റിലെ പല കാര്യങ്ങളും ഓരോ അഡീഷണൽ മോഡ്യൂൾസ് ആയിട്ട് നമ്മൾ ടൈംലി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ബേസിക്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ ഇംഗ്ലീഷ്, IT, ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർസ്, ഇതൊക്കെ ഓരോ മോഡ്യൂൾസ് ആയിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ കോഴ്സിന് ഒന്നും കൂടിയും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. റീസെൻ്റ്ലി നമ്മളിപ്പോൾ ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്ന ഒരാൾക്ക് ഹെൽത്ത് കെയർ മേഖലയിലും അലൈഡ് ആയിട്ടുള്ള ബിസിനസ് മേഖലയിലൊക്കെ ഓപ്പണിങ്സ് കിട്ടാം എന്നാണ് പറയാറ്. പക്ഷെ കുറേ പേര് അവർക്ക് ഒരു ഹെൽത്ത് കെയറിൽ വേണ്ട ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മാത്രം മതി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കോഴ്സ് ഒന്നുകൂടി റീമോഡുലേറ്റ് ചെയ്തു. നമ്മൾ പലപ്പോഴും ഈ ടൈം മൂവ് ചെയ്തതിനനുസരിച്ചുള്ള പല കാര്യങ്ങളും അഡീഷണൽ ആഡ് ചെയ്യുക ചെയ്തത്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് സെപ്പറേറ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂളുണ്ട്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂളുണ്ട്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ ഒരാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ളതിൻ്റെ ഒരു 360 ഡിഗ്രി അപ്രോച്ചാണ് നമ്മൾ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു കോഴ്സ്. അപ്പോൾ അത് ആവശ്യമുള്ള ആൾക്കാർക്ക് എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. ഈവൻ നമ്മൾ GC സ്കിൽ പ്ലസ് ആപ്പിലൂടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് നമ്മുടെ കാലിക്കറ്റ് ക്യാമ്പസിലും അതുപോലെ തന്നെ തൃശ്ശൂർ ക്യാമ്പസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.